ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തുളസി വിവാഹമാണ്. രാവിലെ തന്നെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് വന്നതിന് ശേഷം ആദ്യം തന്നെ തുളസിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി, അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന കൃഷ്ണനെയും ഹനുമാൻ സ്വാമിയെയും ഒക്കെ നന്നായിട്ട് കഴുകി തുളസി തറയൊക്കെ ഒന്ന് കഴുകിയെടുത്തു. കാരണം അവിടെ നമ്മൾ ചന്ദനത്തിരി കത്തിച്ച പാടുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് ആദ്യം ചെയ്തത്. അതിനുശേഷം ഒരു പലക ഞാൻ തറയിൽ വെച്ചു. ഇനി അതിലാണ് നമ്മൾ ഗണേശനെയൊക്കെ വയ്ക്കാൻ പോകുന്നത്, വിളക്ക് ഗണേശനൊക്കെ വയ്ക്കാൻ പോകുന്നത്. പിന്നെ ഏകദേശം രാവിലെ ആയപ്പോൾ, ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് അലങ്കരിച്ചിട്ടു. തുളസിത്തറയുടെ ചുറ്റും കുറച്ച് ആർട്ടിഫിഷ്യൽ ഗാർലൻസ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അലങ്കരിച്ചു. പിന്നെ ഒരു രംഗോലി, അത് കോലം വരയ്ക്കാനായിട്ട് ശ്രമിച്ചതാണ്. പക്ഷേ അത് അത്ര ശരിയായില്ല, പെർഫെക്റ്റ് ഒന്നും ആയില്ല. സാധാരണ ഞാൻ മറ്റേ ഇത്രയും കൂടെ ഒരു നെറ്റ് മാതിരി ഇരിക്കുന്ന ഒരു ഡിസൈൻ, രംഗോലി ഡിസൈനാണ് എടുക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം ഇതെടുത്തപ്പോൾ അത് അത്രയും ശരിയായില്ല. പക്ഷെ ഞാൻ മായ്ച്ചു കളയാനൊന്നും പോയില്ല. അതിൽ തന്നെ ഞാൻ വിളക്ക് വയ്ക്കുകയാണ് ചെയ്തത്. വിളക്കിന് ചന്ദനവും കുങ്കുമവും തൊടിച്ചിട്ടുണ്ടായിരുന്നു. നെയ് ദീപമാണ് കത്തിക്കുന്നത്. അതിനുശേഷം ജലം കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ് ചെയ്യുന്നത്. ജലം മാത്രമല്ല, പാല് കൊണ്ടും ഭഗവാനെയും തുളസി ദേവിയെയും അഭിഷേകം ചെയ്യും. അവിടെ ഇരിക്കുന്ന ഗോമാതാവിനെയും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെയും ഒക്കെ ഞാൻ അഭിഷേകം ചെയ്യുന്നുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞാണ് നമ്മൾ ജലം അർപ്പിക്കുന്നത് ഭഗവാൻ. ഒന്നും കൂടെ ജലം കൊണ്ട് വീണ്ടും അഭിഷേകം ചെയ്ത് ഇനി നമ്മൾ ഗണേശൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പിൽ നമ്മൾ നെൽപ്പറയും വയ്ക്കും, അതുപോലെ തന്നെ ചന്ദനവും കുങ്കുമവും വയ്ക്കും. കൃഷ്ണന് നമ്മൾ ഒരു തുളസിമാല അണിയിക്കും. അതുപോലെ തന്നെ തുളസി ദേവിക്ക് നമ്മൾ വള മാല ഒക്കെ ഇട്ട് അലങ്കരിക്കും. ഒരു വധുവിനെ അണിയിച്ചൊരുക്കുന്ന പോലെ തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് മഞ്ഞപ്പട്ട് അണിയിക്കും. അതുപോലെ തന്നെ തുളസി ദേവിക്ക് ചുവന്ന പട്ടും അണിയിക്കും. ഇവിടെ ഞാനൊരു ചെറിയ മയിൽപ്പീലി കൂടെ കൃഷ്ണന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 11 കെട്ടിട്ട് മഞ്ഞ നൂല് തുളസി ദേവിക്ക് കെട്ടിക്കൊടുക്കും. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അത് സാധിക്കുവാനും വേണ്ടിയാണ് നമ്മളിത് കെട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചുവന്ന നൂലും കെട്ടും. ചുവന്ന നൂല് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുളസി ദേവി മഹാലക്ഷ്മി സ്വരൂപമാണല്ലോ. അപ്പോൾ ദേവിയെ ആദരിക്കുന്നതിന് തുല്യമായിട്ടും ആദരിക്കുവാൻ വേണ്ടിയും, അതുപോലെ തന്നെ ദേവിയുടെ എല്ലാ അനുഗ്രഹത്തിനും ഭാഗ്യം ഉണ്ടാവാനും
പിന്നെ നല്ലത് വരുവാനും വേണ്ടിയാണ് ചുവന്ന നൂല് കെട്ടിക്കൊടുക്കുന്നത്. ഇനി മഞ്ഞളും മൈലാഞ്ചിയുമാണ് ഹൽദി മെഹന്തി. അപ്പോൾ അതിൽ മഞ്ഞൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീനെ ഇല്ലാതാക്കാനും പിന്നെ അനുഗ്രഹത്തിനും ഭാഗ്യത്തിനും ഒക്കെ വേണ്ടിയാണ് ഈ പറയുന്ന മഞ്ഞൾ യൂസ് ചെയ്യുന്നത്. അതേസമയം മൈലാഞ്ചി ഇടുന്നത് അത് പ്രേമത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആ വീട്ടിൽ സ്നേഹവും സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടിയാണ് മൈലാഞ്ചി അണിയിക്കുന്നത്. അപ്പോൾ ഒരു വിവാഹം കഴിക്കുമ്പോൾ ഇത് രണ്ടും ചെയ്യുന്നതിൻ്റെ റീസൺസ് ഇതാണ്. ആ കുടുംബത്തിന്, കല്യാണം കഴിക്കാൻ പോകുന്ന വധുവിനും വരനും അവരുടെ കുടുംബം നല്ല പീസ്ഫുള്ളായിട്ടും സമ്പൽ സമൃദ്ധിയോടുകൂടിയും സ്നേഹത്തോടെയും ഒത്തൊരുമയോടുകൂടിയും പോകാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഭഗവാനെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഫാമിലിക്ക്, നമ്മുടെ കുടുംബത്തിനും ആ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗണേശനെ പൂജിച്ചു. അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല, കാരണം അത് നമ്മൾ ചെയ്യുമ്പോൾ അത് എനിക്ക് പിടിക്കാനൊന്നും പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാനത് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ഭഗവതിക്ക്, തുളസി ദേവിക്ക് നമ്മൾ വെച്ചിരുന്ന എല്ലാ വസ്തുക്കളും 16 വസ്തുക്കളിൽ അത് ഞാൻ വെച്ചു. അല്ലെങ്കിൽ ഞാൻ 12 വസ്തുക്കളെ വെച്ചിട്ടുള്ളൂ. അതിനുശേഷമാണ് തുളസി കല്യാണം ചെയ്തത്. അതിനായിട്ട് ഞാൻ ആദ്യം വർണ്ണമാല അണിയിക്കുകയാണ്. ആദ്യം തുളസിയെ തൊട്ടിട്ട് കൃഷ്ണനെ വർണ്ണമാല അണിയിച്ചു. അതേപോലെ തന്നെ കൃഷ്ണനെ തൊട്ടിട്ട് തുളസി ദേവിക്കും വർണ്ണമാല അണിയിച്ചു. അപ്പോൾ മുല്ലപ്പൂ മാലയാണ് ഞാൻ ചാർത്തിയത്, കാരണം അതിന് അത്രയും വെയിറ്റ് ഇല്ല. വേറെ ഏതെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ തുളസിക്ക് നല്ല ഭാരമായി തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുല്ലമാലയാണ് വർണ്ണമാലയായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ മംഗല്യസൂത്രം അണിയിക്കുക, താലി അണിയിക്കുക എന്നുള്ള ചടങ്ങാണ്. അപ്പോൾ അതും ഞാൻ ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ ശരിക്കും ഒരു അച്ഛനും അമ്മയും എങ്ങനെ ഒരു വിവാഹം നടത്തുന്നോ അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു കോയിനിൽ കുങ്കുമം എടുത്തിട്ട് ആ കുങ്കുമം ഭഗവാൻ കൃഷ്ണനെ തൊടിയിച്ചിട്ട് നമ്മൾ തുളസി ദേവിക്ക് അണിയിക്കുന്നു. സിന്ദൂരം അണിയിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ചെയ്യുന്നത്. ഇനി അടുത്തത് ഘട്ബന്ധനാണ്. അതായത് ഭഗവാന്റെ മഞ്ഞ വസ്ത്രവും ദേവിയുടെ ചുവന്ന വസ്ത്രവും. ആദ്യം ഭഗവാന്റെ മഞ്ഞ വസ്ത്രത്തിൽ ഒരു തുളസി അല്ലെങ്കിൽ എന്തെങ്കിലും പൂവും പിന്നെ ഒരു കോയിനും പിന്നെ എള്ളാണ് യൂസ് ചെയ്യുന്നത്. വെളുത്ത എള്ളാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഇന്ന് ഏകാദശി വരുന്നത് കൊണ്ട് അരിയല്ല യൂസ് ചെയ്യുന്നത്, വെളുത്ത എള്ള്. ഇത് മൂന്നും കൂടെ ആ ഭഗവാന്റെ മഞ്ഞ വസ്ത്രത്തിൽ കെട്ടിയിടും. എന്നിട്ട് ഇത് രണ്ടും കൂടെ, അതായത് ദേവിയുടെ ചുവന്ന വസ്ത്രവും ഭഗവാന്റെ മഞ്ഞ വസ്ത്രവും കൂടെ കൂട്ടിക്കെട്ടുക. അതായത് ആ ഒരു ഫാമിലിയുടെ ഒത്തൊരുമ, കപ്പിളിൻ്റെ യൂണിയൻ എന്ന് പറയും, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ചടങ്ങാണ് ഇപ്പോൾ ചെയ്തത്. ഇനി നമ്മൾ നൈവേദ്യ സമർപ്പണമാണ്. ആദ്യം ഫലങ്ങൾ നൽകും, എല്ലാത്തരം ഫ്രൂട്ട്സും, പിന്നെ അത് കഴിഞ്ഞ് സ്വീറ്റ്സും. കല്യാണമാണല്ലോ, അപ്പോൾ നമ്മൾ സ്വീറ്റ്സും നൽകി ഭഗവാനും ദേവിക്കും നൽകും. അതിനുശേഷം നമുക്ക് ഇവിടെ എനിക്ക് ചുറ്റാൻ കഴിയില്ല, തുളസിക്ക് ചുറ്റാൻ കഴിയില്ല, കാരണം തുളസി ഇങ്ങനെ അടുപ്പിച്ച് മതിലിനോട് ചേർന്നിരിക്കണോണ്ട്. അതുകൊണ്ട് 7 പ്രാവശ്യം നാളികേരം വെച്ച് ചുറ്റും. അതുപോലെ തന്നെ അതിന് സാത് ഫേര എന്ന് പറയുന്ന 7 പ്രാവശ്യം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞ് ചുറ്റിയതിന് ശേഷം നമ്മൾ എള്ളും പൂവും കൂടെ എടുത്തിട്ട് നമ്മൾ ആശീർവദിക്കുകയാണ് ദമ്പതികൾക്ക്. അതും ഞാൻ ചെയ്തു. അതിനുശേഷം ഞാൻ താമരപ്പൂ വെച്ചു, പിന്നെ വിഷ്ണു അഷ്ടോത്തരം ചൊല്ലി. അതിനുശേഷം തുളസി ദേവിയുടെ തുളസി മഹാത്മ്യം, തുളസി കഥ, തുളസി ഉണ്ടായതിൻ്റെ കഥയും മഹാത്മ്യവും ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊരു വളരെ പഴയ എഡിഷൻ ബുക്കാണ്. അപ്പോൾ അതിൽ അതുണ്ട്. അപ്പോൾ ദേവി ഭാഗവതമാണ്, അതിൽ നിന്നെടുത്തിട്ടാണ് ഞാൻ അവിടെ വായിക്കുന്നത്. എന്നിട്ട് തുളസി അർപ്പിച്ച് ആദ്യം തന്നെ വിഷ്ണു അഷ്ടോത്തരം ചൊല്ലിയതിന് ശേഷമാണ്
തുളസി കഥയും മഹാത്മ്യമൊക്കെ വായിച്ചത്. ഇതിന് ശേഷം നമ്മൾ ദീപധൂപ ആരതി എടുത്തു. അതിനുശേഷം 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു. സ്വയം നിന്നിടത്ത് തന്നെയാണ് ഞാൻ പ്രദക്ഷിണം വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ തുളസിക്ക് പ്രദക്ഷിണം വെക്കണം. ഇവിടെ എനിക്ക് മതിലിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് എനിക്കത് പറ്റില്ല. അപ്പോൾ നിന്നിടത്ത് തന്നെ ഞാൻ പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. ശേഷം എന്തെങ്കിലും ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിച്ച് അപരാധ ക്ഷമാപണം പ്രാർത്ഥിച്ചതിന് ശേഷം നമസ്കരിച്ചിട്ടാണ് ഇത് അവസാനിപ്പിച്ചത്. അങ്ങനെ 2025 തുളസി വിവാഹം കഴിഞ്ഞു. 2024 ഇത് ചെയ്തിട്ടുണ്ട്. അതും എൻ്റെ വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ വിഷ്ണുവിൻ്റെയും തുളസി ദേവിയുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.